ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ. കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അർജുൻ ഉൾപ്പെടെ 10 പേരാണ് കസ്റ്റഡിയിലായത്. വോട്ടെണ്ണലിന്റെ തലേദിവസം ഇവർ ഒത്തുകൂടിയത് എന്തിനെന്ന അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. മിഥുൻ, ഈ വോട്ടെണ്ണുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ഒത്തുകൂടൽ, അതിൽ ചില സംശയങ്ങൾ പോലീസിന് വന്നിരിക്കുന്നു. എന്തായാലും അർജുൻ ആയങ്കി കസ്റ്റഡിയിലാണ് എന്നുള്ളത് മാത്രം ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അർജുൻ ആയങ്കി മാത്രമാണോ കസ്റ്റഡിയിലുള്ളത്? ഒരു സംഘം ചേരൽ പറയുന്നുണ്ട് പോലീസ്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? യെസ്, കോതമംഗലത്ത് നിന്നാണ് അർജുൻ ആയങ്കി പോലീസിനെ കസ്റ്റഡിയിലായി എന്നുള്ള വിവരം ലഭിക്കുന്നത്. മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നതിനിടയിലാണ് ഒരു ഒത്തുകൂടൽ എന്നുള്ളത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നതും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം ലഭിക്കുന്നതും. അർജുൻ ആയങ്കി മാത്രമാണോ കസ്റ്റഡിയിലുള്ളത്? എന്താണ് പോലീസ് പറയുന്നത്? അർജുൻ ആയങ്കി ഉൾപ്പെടെ 10 പേരാണ് ഇപ്പോൾ കോതമംഗലത്ത് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കരുതൽ തടങ്കൽ എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഉണ്ടായ ഈ ഒത്തുകൂടൽ തന്നെയാണ് വളരെ രീതിയിലുള്ള സംശയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോതമംഗലത്തെ ഒരു ആഡംബര ഹോട്ടലിൽ തന്നെയാണ് നിരവധി കാറുകളിലായി ഈ സംഘം എത്തിയത്. ഇവർക്കൊപ്പം കസ്റ്റഡിയിലായിട്ടുള്ള അർജുൻ ആയങ്കിക്കൊപ്പം കസ്റ്റഡിയിലായിട്ടുള്ള 2 പേർക്ക് എറണാകുളത്തെ വിവിധ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടക്കുന്നത്. വോട്ടെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ഒത്തുകൂടൽ തന്നെയാണ് ഏറെ സംശയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ വോട്ടെടുപ്പ് ദിവസവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സമാനമായ സമയങ്ങളിൽ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കരുതൽ തടങ്കലിൽ എടുക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പോലീസിന് അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കരുതൽ തടങ്കൽ നീങ്ങും എന്നുള്ളത്, അതായത് നാളത്തെ ദിവസം ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കല്യാണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ. അർജുൻ ആയങ്കി ഉൾപ്പെടെ 10 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വോട്ടെണ്ണുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവരെ കരുതൽ തടങ്കലിലാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.